ഈ സംസ്ഥാനത്തെ വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചില അംഗങ്ങൾ നിയമം അനുശാസിക്കുന്ന മാതൃകയിൽ നിന്ന് വ്യതിചലിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഭരണഘടനാപരമായ നടപടിക്രമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ല. പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ആണ് ചെയ്യേണ്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ വിവിധ പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലല്ലാതെ അതിൽ മാറ്റം വരുത്തിയോ കൂട്ടിച്ചേർത്തോ ചെയ്യുന്ന സത്യപ്രതിജ്ഞകൾക്ക് നിയമസാധുതയില്ലെന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് നിയമപരമായ അധികാരം ഏറ്റെടുക്കാനാവില്ല. സാധുവായ സത്യപ്രതിജ്ഞ ചെയ്യാത്ത കാലത്തോളം ഇവർക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനോ സംസാരിക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ അവകാശമുണ്ടായിരിക്കില്ല. അത്തരം പങ്കാളിത്തം നിയമവിരുദ്ധവും അനധികൃതവുമാണെന്ന് കാണുക. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അന്തസ്സും നിയമവാഴ്ചയും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടികൾ സ്വീകരിക്കണം. നിയമം അനുശാസിക്കുന്ന കൃത്യമായ മാതൃകയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ജനപ്രതിനിധികൾ തയ്യാറാവണം. അല്ലാത്തപക്ഷം അവരുടെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതായി കണക്കാക്കേണ്ടി വരും. ജനാധിപത്യ പ്രക്രിയയെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കി മാറ്റുന്നത് ഭൂഷണമല്ല. ഇത്രയാണുള്ളത്. നാളെ തീരുമാനിക്കും. നാളത്തെ ക്യാബിനറ്റ് തീരുമാനിക്കും. നാളത്തെ ക്യാബിനറ്റ് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ആ കമ്മിറ്റി എടുത്ത ശേഷം ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ പോയല്ലോ. അതിനുശേഷം കൂടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതെ, തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ പരാജയത്തിലുണ്ടായ കുറവുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റി മുതൽ ചർച്ച ചെയ്ത് അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തന ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വേണ്ട സ്ഥലത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 101 വാർഡിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ LDF ഇപ്പോഴും മുന്നിലാണ്. ഇപ്പോഴും LDF മുന്നിൽ തന്നെയാണ്. ചെറിയ വോട്ടിനാണെങ്കിലും 2000 താഴെയുള്ള വോട്ടാണ് മുന്നിൽ തന്നെയാണ്. LDFിൻ്റെ അടിത്തറയൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു 10 താഴെയുള്ള വാർഡുകൾ 100 വോട്ടിന് താഴെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ 50 എന്നുള്ള നിലയിലേക്ക് BJPക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഒരു കനത്ത തിരിച്ചടിയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു. അത് ഗൗരവത്തോടുകൂടി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പിന്നെ അതൊരു രഹസ്യമായിട്ട് കൂടുന്നതിന് അർത്ഥമില്ലല്ലോ. പറയാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പൊതുയോഗം വെച്ച് പറയുന്നുണ്ട്. എന്നെപ്പറ്റി പ്രവർത്തനം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അന്ന് പോലുണ്ട്. കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ വിമർശനം ഉണ്ടാവാറുണ്ട്, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അത് തിരുത്താൻ വേണ്ടി പറയാറുണ്ട്. നമ്മളെല്ലാം മനുഷ്യരില്ലേ, നമ്മുടെ ഇരിക്കും, നമുക്ക് എല്ലാവർക്കും പെശകളും തെറ്റുകളൊക്കെ പറ്റാറില്ലേ. അല്ലാതെ വേറെ എനിക്കെതിരായിട്ട് അങ്ങനെ ഒരു ആരോപണം ഒന്ന്, വിമർശനം വേറൊന്ന്, ഇത് രണ്ടാണല്ലോ. അങ്ങനെ ഒന്നും ഒരു കാര്യം വന്നിട്ടില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ വിമർശനം വരേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെ